നമ്മുടെ നാട്ടിൽ തന്നെ ഇതേപോലെ പച്ച പുതച്ച് നിൽക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ടാവുമല്ലേ. പക്ഷേ നമ്മളതൊന്നും നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. പക്ഷേ നമ്മുടെ നാട്ടിലല്ലെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമങ്ങളിലായിട്ടുണ്ടാവും ഇതേപോലെ പച്ചപ്പോടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ, വയലുകളും ഇതേപോലെ തോടുകളായിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാളയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന വഴി വടമ കഴിഞ്ഞിട്ട് അഷ്ടമിച്ചിറ എത്തുന്നതിന് മുന്നായിട്ട് ഉള്ള ഒരു പാടം. അതായത് നമ്മൾ ആ പോകുന്ന വഴി തന്നെ കാണാം, റൈറ്റ് സൈഡിലായിട്ട് മാളയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുമ്പോൾ ഈ വടമ കഴിഞ്ഞിട്ട് അഷ്ടമിച്ചിറക്കും ഈ വടമക്കും ഇടയിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ പാടം ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പാടം പോകുന്ന വഴിയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം മെയിനായിട്ട് ഇവിടെ ഒരു പൂക്കൃഷിയുണ്ട് ഈ വശത്തായിട്ട്. അപ്പോൾ ആ പൂക്കൃഷി കാണാനായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ആ സമയത്താണ് ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഈ പാടത്തേക്ക് ഇറങ്ങി നടന്നിട്ട് ഇത് കണ്ട ഒരുപാട് പൂക്കൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു വെറൈറ്റി ഇനം പൂക്കൾ, എന്ത് പൂക്കളാണെന്ന് ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ അതൊരു വ്യത്യസ്തകരമായ ഒരു പൂക്കളാണ്. നമ്മളപ്പോൾ ഈ വഴി പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഈ പ്രകൃതി ഭംഗിയോട് നിൽക്കുന്ന ഈ കൃഷി. നമ്മൾ ആ റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ കൃഷി. അപ്പോൾ ഈ ഒരു കൃഷി കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് ഇറങ്ങിയത്. അവിടെ വന്നപ്പോൾ തന്നെ ഒരു മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഓണമുള്ളൂ, ഓണത്തിന് വേണ്ടി തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കൃഷി ചെയ്തേക്കാണ്. പക്ഷെ നമുക്കവിടെ ഇറങ്ങിച്ചെല്ലാമെന്ന് പറ്റില്ല, കാരണം നമ്മുടെ ആകെ ഈ പറഞ്ഞ തന്നെ പുല്ലൊന്നും വെട്ടി തെളിച്ചിട്ടില്ല, ആ രീതിയിൽ കിടക്കുകയാണ്. ഇവിടെയൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാമെന്ന് പറ്റില്ല. അപ്പോൾ ഇവിടെ ഉള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അകലെ നിന്ന് നോക്കുമ്പോൾ കണ്ട നല്ല മഞ്ഞപ്പൂക്കളും അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ എന്തോ എന്താണ് ഓറഞ്ച് കളറാണെന്നറിയില്ല, അതുകൊണ്ട് ഉള്ള പൂക്കളൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല രീതിയിൽ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ വാഴക്കൃഷിയുമുണ്ട്. അപ്പോൾ ആ വാഴക്കൃഷിയുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കൃഷിയും ഈ കൃഷി രീതികളൊക്കെ ഓണത്തിന് മാത്രമല്ല കേട്ടോ, അല്ലാതെ തന്നെ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ, പലരുടെയും അടുത്ത് തന്നെ നമ്മൾ കണ്ണ് അടച്ച് പോകുന്ന സ്ഥലങ്ങൾ, കണ്ണ് തുറന്ന് തന്നെ പോവുക. ഇപ്പോൾ ഈ കണ്ണടച്ച് പോകുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇതേപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് പോകാനായിട്ട് ശരിക്കും നമ്മളുടെ ഒരു മനസ്സിനെ അനുവദിച്ചിട്ടുണ്ടെങ്കിലല്ല, ഇതേപോലെ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ട് ഒരുപാട് കാഴ്ചകൾ. ഞാനിപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഈ അഷ്ടമിച്ചിറ ഈ ഭാഗത്ത് നിന്ന് ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം പഴൂക്കരക്ക് പോയി. പഴൂക്കര പള്ളി വളവ്, അതായത് ചാലക്കുടി പോകുന്ന വഴി തന്നെയാണ് ഈ പഴൂക്കര ഈ പള്ളി വളവ്. ഈ പള്ളി വളവിൽ ചെന്നിട്ടുണ്ടെങ്കിലല്ല അവിടെയും വേണ്ടട്ട കുറച്ച് കൃഷികൾ കാണാൻ സാധിക്കും. ഈ പള്ളി എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൃഷി. അവിടെയും ഈ പറഞ്ഞിട്ട് തന്നെ ഈ ഓണത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അല്ലാണ്ടും കണ്ടിട്ടുണ്ട് ഈ സംഭവങ്ങളവിടെ ഈ പൂത്തു നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൂക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഈ നമ്പർ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ പോകുന്ന വഴി കണ്ട നമ്പറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കാം. അല്ലാണ്ട് ഇതിപ്പോൾ നമ്മൾ അവരെ നിന്ന് പൈസ മേടിച്ചിട്ടോ ഒന്നും ചെയ്യണ വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴി കണ്ട ഒരു കാഴ്ചകൾ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതിപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം അടുത്ത ദിവസം തന്നെ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.